കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓൾമോസ്റ്റ് 2 years ബിഫോർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പോയ പ്രോജക്റ്റ്, റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ്. ഒരു ട്രോപ്പിക്കൽ ഡിസൈനിൽ ചെയ്തിരിക്കുന്നു. നോർത്ത് ഫേസിങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ഓൾമോസ്റ്റ് 2 years ആയി. ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷൂട്ടൊന്ന് വെയിറ്റ് ചെയ്തത്. ഇതിന് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് ജസ്റ്റ് 3 bedroom ആയിരുന്നു. 3 bedroom പ്ലസ് അമ്യൂണിറ്റീസ്. ഫാമിലി ഫോമൽ സെപ്പറേറ്റ് ആണ്. എല്ലാം അറ്റാച്ച്ഡ് പ്ലസ് ഒരു കോമൺ വാഷ്റൂം. പിന്നെ കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെ ഒരു സ്റ്റോർ ഏരിയ. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ അമ്യൂണിറ്റീസ് വരുന്നത്. ഫോമൽ ആൻഡ് ഫാമിലി ലിവിങ് സെപ്പറേറ്റ് ഉള്ള ഈ പ്രോജക്റ്റിൽ ഇപ്പോൾ നമ്മൾ ഉള്ളത് ഇതിൻ്റെ ഒരു ഫോമൽ സ്പേസിലാണ്. ഈ ഒരു ഏരിയയുടെ എടുത്തു പറയാവുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കാണുന്ന ഈ ഡബിൾ ഹൈറ്റ് ഏരിയ. ഇവിടുത്തെ ഫർണിച്ചേഴ്സ് അതുമായിട്ട് മെർജ് ചെയ്താണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു റോയൽ ട്രഡീഷണൽ ഫർണിച്ചർ. റോയൽ എന്നും ട്രഡീഷണൽ എന്നും സെപ്പറേറ്റ് പറയാൻ പറ്റില്ല. ഒരു റോയൽ ട്രഡീഷണൽ പാറ്റേൺസിലായി ഫർണിച്ചേഴ്സ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഫർണിച്ചേഴ്സും ഈ സീലിംഗും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു ടൈപ്പ് ഫർണിച്ചേഴ്സും ഇതുണ്ട്. നാച്ചുറൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ക്ലേ ബേസ്ഡ് ആയിട്ടുള്ള ഈ സീലിംഗ് ടൈലും ഇത് തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു തീം ഉണ്ടല്ലോ, ആ ഒരു ഫീല് ഉദ്ദേശിച്ചാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് ഫർണിച്ചേഴ്സ് ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ലേ ഔട്ട് അറേഞ്ച് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഈ കോർണേഴ്സ് പോലും ഈ പ്ലാന്റ്സോ പോട്ട്സോ ഒക്കെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടു തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ലേ ഔട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഈ ഡബിൾ ഹൈറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് ലൈറ്റിൻ്റെയൊക്കെ എടുക്കാൻ പറ്റും. നോർമൽ നമ്മുടെ ഹൈറ്റിലുള്ള ഈ വിൻഡോസ് കൂടാതെ ഡബിൾ ഹൈറ്റ് വരുന്ന ആ വാൾ സ്പേസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈറ്റ് ഇൻടേക്കിനുള്ള പോസിബിലിറ്റി ഉണ്ട്. എയർ ഇൻടേക്ക് നടക്കില്ല, കാരണം വെച്ചാൽ നമ്മൾ ഫിക്സഡ് ഗ്ലാസ് ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ എലിവേഷനിൽ വരുമ്പോൾ ഈ ഡബിൾ ഹൈറ്റിന് അതിൻ്റെതായ ഒരു അപ്പിയറൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഈ ഡബിൾ ഹൈറ്റിൻ്റെ ഒരു എഫക്റ്റ്. ഇവിടുന്ന് ലൈറ്റ് ഇൻടേക്കിന് വേണ്ടിയിട്ട് 2 പോർഷനിലായിട്ട് നമ്മുടെ ഒരു ഓപ്പണിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ഫിക്സഡ് ഗ്ലാസ്. ഈ ഹൈറ്റ് ഇത്രയും പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇവിടെ സീലിംഗ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടേ ഇല്ല. ഈ പറയുന്ന പോലെ ട്രസ് വർക്ക് ചെയ്തിട്ട് റൂഫ് ടൈലും അതുപോലെ സീലിംഗ് ടൈലും കൊടുത്ത് മാത്രമാണ് നിർത്തിയിട്ടുള്ളത്. അപ്പം ഇത്ര ഹൈറ്റ് വരുന്നതുകൊണ്ട് മാത്രമല്ല അതിൻ്റെ കോണിക്കൽ ഷേപ്പ് കൂടെ മുകളിലേക്ക് വരുമ്പോൾ അത്രയും ഹൈറ്റ് നമുക്ക് കിട്ടുക. 10 + 10 20 പ്ലസ് ഓൾമോസ്റ്റ് ഒരു 8 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 28 feet ഹൈറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഒരു ഹ്യൂമിഡ് ഫീൽ ഇല്ല. മാത്രമല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വാൾ ഫാൻ ആയിരിക്കും നമുക്കിവിടെ പോസിബിൾ ആയിട്ടുള്ള. അപ്പം സീലിംഗ് ഫാൻ ഇല്ലാത്തതിൻ്റെതായ ഒരു സഫോക്കേഷനോ ഒരു ഹ്യൂമിഡ് ഫീലോ ഒന്നും നമുക്ക് ഉണ്ടാകുന്നില്ല. അതുപോലെ നമ്മൾ ആ ഫ്രെയിമിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ കൊടുത്തിരിക്കുന്ന ഈ ഫുൾ ഫ്രെയിം കർട്ടൻസ് ആണ്. കർട്ടൻസ് എന്ന് പറയുമ്പോൾ ഇത് ഇൻസൈഡ് റിപ്പിൾ ഫോമിലാണ് നമ്മൾ ഈ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ലൈനർ വിത്ത് വൈറ്റ് ലൈനർ, വൈറ്റ് അല്ല ഒരു ഗ്രേഷ് ടച്ച് വരുന്ന പോലത്തെ ഒരു ലൈനറാണ്. പിന്നെ മെയിൻ കർട്ടൻസും ഉണ്ട് ഫോർ ദ പ്രൈവസി ഫാക്ടർ. ഇതുപോലുള്ള ഫോമൽ ഏരിയ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ മെയിൻ കർട്ടൻസ് ഒഴിവാക്കാം, ലൈനേഴ്സ് മാത്രം കൊടുക്കാം. കർട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റിപ്പിൾ ടൈപ്പാണ് നമ്മൾ കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കർട്ടൻസിൻ്റെ ഒരു ഫിറ്റാണ്. പിന്നെ കർട്ടൻസ് ഒന്ന് കവർ ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ പ്രൊഫൈലിലാണ്, ഒരു കൺസോൾ കൊടുത്ത് നിർത്തിയിരിക്കുന്നു. പിന്നെ UPVC ആണ് വിൻഡോസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം വൈഡ് ആയിട്ടുള്ള ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ട്യൂബുലാർ സെക്ഷൻസിൽ നമ്മൾ ഗ്രിൽ ഫ്രെയിംസും കൊടുത്തിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ ഡബിൾ ഹൈറ്റ് ഏരിയയുടെ കണ്ടിന്യൂവേഷൻ ഈ പറയുന്ന ഫാമിലിയിലേക്ക്, മുമ്പ് സെപ്പറേറ്റ് ആയിട്ട് ഫോമൽ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു മിഡ് പാർട്ടീഷൻ, ഒരു സോഫ്റ്റ് സെപ്പറേഷൻ കൊടുത്തിട്ട് ഇപ്പുറത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ ഫാമിലി സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫാമിലി സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ തീം ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് വേറൊന്നുമല്ല, ഫർണിച്ചേഴ്സിൻ്റെ ഒരു ഫാബ്രിക്കിൻ്റെ തീമിനകത്ത് മാത്രം നമ്മളൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളൂ. ആ ഡബിൾ ഹൈറ്റ് കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട്. ആ സീലിംഗ് ഔട്ടിൻ്റെ ആ നാച്ചുറൽ ക്ലേ പ്രോഡക്റ്റിൻ്റെ അപ്പിയറൻസ് ഇവിടെ നമ്മൾ മിക്സപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ നമ്മൾ സീലിംഗ് കോൺക്രീറ്റ് ഇല്ലാതെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കെയിൻ ഷീറ്റിൻ്റെ പ്രസൻസ് അപ്പുറത്തെ പോലെ തന്നെ ഇവിടെ ഫർണിച്ചേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
ഒരു വുഡൻ ടീക്കൂട്ട് ഫ്രെയിമിലാണ് നമ്മൾ ഫർണിച്ചേഴ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. TV യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോമൽ സ്പേസിൽ നമുക്ക് പ്രൈവസി ഫാക്ടർ ഉള്ളതുകൊണ്ട് TV യൂണിറ്റ് നമ്മൾ ഈ ഫാമിലി സ്പേസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഫാമിലി ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ പോയിരിക്കുന്ന ഒരു പാസേജ് കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ആ പാസേജിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ഫോമൽ, ഫാമിലി, ഡൈനിങ്ങിലേക്ക് പോവാം. ഓരോന്നിനും ചെറിയ ചെറിയ ഒരു സെപ്പറേഷൻസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിയമത്തിന് ഒരു ഗ്രിൽ വർക്ക് കൊടുത്തിട്ട് നമ്മൾ ഒരു ലൂവർ വെച്ചിട്ട് സോഫ്റ്റ് പാർട്ടീഷൻ ഇന്റീരിയർ തന്നെ ഡൈനിങ്ങുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വാൾ പെയിന്റിങ്സ് ഈ പറയുന്ന പോലെ ജസ്റ്റ് ഒരു ഹൈലൈഷൻ മാത്രമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു പെയിന്റിങ്സ് തീം ഉദ്ദേശിച്ചൊന്നുമല്ല, ജസ്റ്റ് ഒരു ഹൈലൈറ്റഡ് വാൾ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടാകത്തില്ല, ഒരു എലഗൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. തീം ഈ പറയുന്ന പോലെ ഒരു വുഡൻ തീമിലാണ് നമ്മൾ ഫർണിച്ചേഴ്സ് ഒരു ടീക്കൂട്ട് തീമിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും മുമ്പ് പറഞ്ഞ പോലെ ആ ഫാബ്രിക്കിന്റെ ചേഞ്ച്, അവിടെ ഒരു ബീജ് കോമ്പിനേഷൻ ആണെങ്കിൽ ഇവിടെ ഒരു യെല്ലോയിഷ് തീമിലേക്കാണ്, ഒരു സ്മൂത്ത് ഫീലിലേക്കാണ് നമുക്ക് കൊടുക്കുന്നത്. ഈ ഒരു ചേഞ്ച് മാത്രമേ നമ്മൾ ഇന്റീരിയറിനകത്തൊരു ഡിഫറൻസ് ഈ ഫാമിലി ഫോമലി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഫാമിലി ലിവിങ്, ഫോമൽ ലിവിങ്, ഡൈനിങ് ഒരേ പാറ്റേണിൽ മുമ്പ് പറഞ്ഞ പോലെ ഫർണിച്ചേഴ്സ് ഒരു റോയൽ ട്രഡീഷണൽ ഫർണിച്ചേഴ്സാണ് ചെയ്തു വന്നിട്ടുള്ളത്. കോമ്പിനേഷൻ ഓഫ് കെയിൻ ഷീറ്റ്, ടീക്ക് വുഡ് ഫിനിഷ് ആൻഡ് ഗ്ലാസ്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഓപ്പൺ കിച്ചണോട് അലൈനായിട്ട് തന്നെ ഡൈനിങ് വന്നിട്ടുണ്ട്. ഈ ഡൈനിങ്ങിൻ്റെ ടോപ്പ് നമ്മൾ കോൺക്രീറ്റ് ചെയ്താണ് നടത്തിയിട്ടുള്ളത്. കാരണം ആ ഡബിൾ ഹൈറ്റ് വരാൻ എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കോണിക്കൽ ഷേപ്പ് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ എട്ടുകാലി പോലുള്ള ചുക്കിലി അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഡൈനിങ്ങിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ക്ലീനിങ്ങിന് ഈസിനെസ്സിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു ഹൈറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് നടത്തിയത്. അപ്പോൾ ഡൈനിങ്ങിൻ്റെ സ്പേസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് സെർവ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ വന്ന് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫോയർ സ്പേസിലാണ്. ഫോയർ സ്പേസ് എന്ന് വെച്ചാൽ മെയിൻ ചെയ്തത് ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലൊരു സെപ്പറേഷൻ ഏരിയ ആയിട്ട് വരുന്നു. അതുപോലെ അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഒരു പ്രയർ യൂണിറ്റും അതിന് നേരെ ഓപ്പോസിറ്റ് ലെങ്തി സ്പേസിൽ വന്നിട്ടൊരു പാറ്റിയോ ഉണ്ട്. അതായത് ഒരു പ്രയർ ഏരിയയുടെ അവിടെ നിന്ന് ലെങ്തി ഒരു പാസേജ് വന്നിട്ട് ഒരു പാറ്റിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫോയർ സ്പേസാണ്. ആ ഫോയർ സ്പേസ് നമ്മൾ ഇതുപോലെ കാഷ്വലായിട്ട് 2 വുഡൻ ചെയേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ആ തീമിന് മാച്ച് ചെയ്യുന്ന വിധത്തിൽ. അതുപോലെ ഫോയർ കണക്ട് ചെയ്യുന്ന 2 ബെഡ്റൂംസിനെ, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിനെ ഒരു ബൈ സൈഡ് ബെഡ്റൂമിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബാർ കൗണ്ടറാണ്. ഇതിൻ്റെ ഒരു പൊസിഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ 2 ബെഡ്റൂംസിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഈക്വലി നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമുണ്ട്. എന്നാൽ ഡൈനിങ്ങുമായിട്ടോ ഫോമൽ ഫാമിലി ഏരിയ ആയിട്ടോ ഒന്നും ഇതിലൊരു കണക്ഷൻ വരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രൈവസി ഇവിടെ കിട്ടുന്നുണ്ട്. എൻ്റെതായ ക്യാബിനറ്റും എല്ലാം കൊടുത്ത് ഒരു കൗണ്ടർ ടോപ്പിൽ ഇവിടെ ഒരു കൗണ്ടർ ചെയറാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊരു കൺസോൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലോത്തും മേളിൽ കൊടുത്ത് പ്രയർ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്, ബൈബിള് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബുക്സ് ഒക്കെ വെക്കാനായിട്ട് ഉള്ള സൗകര്യത്തിൽ. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് സ്പേസ് ആയതുകൊണ്ട് തന്നെ, ഒരു ഫാമിലി സ്പേസ് ആയതുകൊണ്ട് തന്നെ ഈ ഫോയർ ഏരിയയുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ വോള് നമുക്കൊരു ഫാമിലി പിക്ചേഴ്സും അങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള പെയിന്റിങ്സോ അല്ലെ ഫോട്ടോഗ്രാഫ്സോ ഒക്കെ നമുക്ക് ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഒരു ഫോയർ ഏരിയയുടെ ഒരു എൻഡിലുള്ള ഒരു പ്രയർ യൂണിറ്റ് ഇതാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പാസേജ് അങ്ങ് കണക്ട് ചെയ്ത് പോകുമ്പോൾ നേരെ കാണുന്നത് പാറ്റിയോ സ്പേസാണ്, അങ്ങോട്ടേക്ക് വരുന്നു. ഈ ഫോയർ സ്പേസിൽ നിന്ന് ഇറങ്ങുന്ന കോട്ടയാണ് UPVC ഒരു സ്ലൈഡിംഗ് ഡോറ് വിത്ത് ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പാറ്റിയോയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെ ഇങ്ങനെ വിശാലമായ നല്ല ഗ്രീനറിയാണ്, ഒരു പറമ്പ്, അങ്ങോട്ടേക്കൊരു നല്ല വ്യൂവും കിട്ടുന്നുണ്ട്. ഒരു ബ്രിക്ക് ക്ലാഡിങ് കൊടുത്തിട്ടാണ് അതിൻ്റെ വോള് നമ്മൾ ക്ലാഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റീലിൻ്റെ സെക്ഷൻസും കൊടുത്ത്
പോളികാർബണേറ്റ് റൂഫിങ്ങും ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു കോർണറിൽ ഒരു ഹൈലൈഷന് വേണ്ടിയിട്ട് ഒരു ക്ലേ പോട്ട് 2 കൊടുത്തിട്ടുണ്ട്.